നമസ്കാരം. ഡിഡി വാക്ക് ദ ടോക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ വന്നാൽ നമ്മൾ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ചില വ്യക്തികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് മറ്റാരുമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാനും സംസാരിക്കാനും പോകുന്നത്. മുസ്ലിം ലീഗ് മന്ത്രിയാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. കേരള കോൺഗ്രസ് മന്ത്രിയാക്കുന്നത് ആരെയാണ്? ക്രിസ്ത്യാനിയെ മാത്രമല്ലല്ലോ. അവർക്ക് MLA-മാരെ സൃഷ്ടിക്കാനും മന്ത്രിമാരെ സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കും. ഞങ്ങളെല്ലാം വല്ലം പറഞ്ഞ ഉടനെ ജാതി പറഞ്ഞതായി. ഈ രാജ്യത്ത് നിന്ന് ജനാധിപത്യം പോയി, ഇപ്പം മതാധിപത്യമാണ്. നമസ്കാരം. വാക്ക് ദ ടോക്കിൻ്റെ ഈ എപ്പിസോഡിൽ പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. 30 വർഷമായിട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 3 പതിറ്റാണ്ട്. അതെ. അപ്പോൾ ഈ പദവിയിലേക്ക് വരുന്നത് 1996. അതെ. അന്ന് ഈ പദവിയിലേക്ക് വരുമ്പം ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് യോഗത്തെ എത്തിക്കാൻ പറ്റിയോ? സാധിച്ചിട്ടില്ല. ഇനി ഒരുപാട് കടമ്പകൾ കയറാനുണ്ട്. യോഗത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനത്ത്, ഒരു സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കാനത്ത്, കുറേ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനത്ത്, അങ്ങനെ കുടുംബയോഗം, അങ്ങനെയെല്ലാം സംഘടന ഒന്ന് ചലിപ്പിച്ച് ഒരു യൂണിറ്റ് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിലൂടെ നേട്ടം വേണ്ടേ. സർക്കാരിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും പരിരക്ഷയും ഈ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതേസമയം സംഘടിതമായി നിൽക്കുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മുസ്ലിം സംഘടിതരാണ്. അവർക്ക് സച്ചാർ കമ്മീഷനും പാലോളി കമ്മീഷനും ഒക്കെ വെച്ചുകൊണ്ട് ആ സമുദായത്തിൻ്റെ ഇല്ലായ്മയും കുറവുകളും പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നടപടിയെടുത്ത് അത് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോസഫ് കമ്മീഷൻ, കോച്ചിങ് കമ്മീഷൻ വെച്ചിട്ട് അവരുടെ കുറവുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവരുള്ള സിസ്റ്റേഴ്സിന് വരെ പെൻഷൻ കൊടുക്കാനും സാമ്പത്തികമായി ഉയർത്താനും പല കർമ്മങ്ങളും ചെയ്തു. പക്ഷേ ഈഴവ സമുദായത്തിൻ്റെ ഇല്ലായ്മയുണ്ടല്ലോ, അവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ ഒരു കമ്മീഷൻ വെച്ച് അവരുടെ സംസ്കരിക്കാനുള്ള ഒരു കർമ്മം ചെയ്യാൻ ഇതുവരെ വന്ന ഒരു ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പിണറായി വിജയനുമായിട്ട്, അതായത് കഴിഞ്ഞ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവുമായിട്ട് വളരെ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് അങ്ങ്. അപ്പോൾ അദ്ദേഹം ഭരിച്ച ആ 10 വർഷം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയമിക്കുന്നതിനെ പറ്റിയോ ഒന്നും അങ്ങ് ആവശ്യപ്പെടാത്തതാണോ, അതോ അദ്ദേഹം അവരൊന്നും പരിഗണിച്ചില്ല? അവർക്കെപ്പോഴും ഈ ന്യൂനപക്ഷ പ്രീണനമാണല്ലോ ഇവിടെ. ഈ ഭൂരിപക്ഷത്തെ പീഡിപ്പിക്കുകയും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുകയും അതല്ല. കാരണം അവരെല്ലാം വോട്ട് ബാങ്കാണ്. ആ രണ്ട് സമുദായങ്ങളും വോട്ട് ബാങ്കായി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുവാൻ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഇരു മുന്നണികളും, LDF, UDF, അതെ, ഇരു മുന്നണികളും വാരി കൊടുക്കുകയല്ലേ. കണക്ക് തന്നെ പറയാനില്ല. വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റു മേഖലകളിലെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സാമ്പത്തികം നിങ്ങൾ നോക്കും. ഈ കേരളത്തിൽ സ്കൂളുകളെല്ലാം ആടയിൽ, കോളേജുകളിലെ ആടയിൽ, വ്യവസായം മുഴുവൻ ആടയിൽ, അതുപോലെ ഭൂമി ആടയിൽ, ഇതൊക്കെ രണ്ട് സമുദായത്തിൻ്റെ SNDPയുടെ NSSൻ്റെയും കയ്യിൽ ഒരുപാട് കോളേജുകളും ഇല്ല, സ്ഥാപനങ്ങളും ഇല്ലേ? അത് പണ്ട് ശങ്കർ തന്ന ആണ് ഞങ്ങൾക്ക്. അതിനുശേഷം ആരെന്ത് തന്നു? ഒന്നും തന്നിട്ടില്ല. നാമമാത്രമായിട്ട് ബലം തന്നതാണ്. ഞങ്ങൾക്ക് അൺഎയ്ഡഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇല്ല. അത് ഞങ്ങൾക്ക് മാത്രം സ്റ്റേറ്റിലുള്ള അത്തരം കോളേജുകൾ ലീഗിന് മലപ്പുറം ജില്ലയിലുണ്ട്. കോട്ടയം ജില്ലയിൽ മാത്രം എടുത്താൽ ഞങ്ങൾക്ക് ഉള്ള അത്രയും കോളേജുകൾ സ്റ്റേറ്റുള്ളത് ക്രിസ്ത്യാനിയൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾക്കില്ല. ശമ്പളം നിയമനം മാനേജരല്ലേ, ഈ ശമ്പളം സർക്കാരിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ UGC ശമ്പളം മേടിച്ച് സമുദായത്തെ ഉദ്ധരിക്കാനും വളർത്താനും അവർക്ക് സാധിക്കും.
ഒരു കുറവല്ല. അവർ തന്നെ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് തിരുമേനി പറഞ്ഞാൽ എന്താണ്, 14 MLA ഞങ്ങളുടെ ഉണ്ട്. അതിൽ 5 പേര് ഞങ്ങളുടെ മന്ത്രിമാരാണെന്ന് പറഞ്ഞു. അവർക്ക് MLA സൃഷ്ടിക്കാനും മന്ത്രിമാരെ സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കും. ഞങ്ങളെല്ലാം വല്ലം പറഞ്ഞ ഉടനെ ജാതി പറഞ്ഞായി. അപ്പോൾ ജാതി പറഞ്ഞ് ഞങ്ങളെ കൂട്ടായ്മ തകർക്കുക, ഗുരുവിനെ മുമ്പിൽ കൊണ്ടുവരിക, മറ്റുള്ളവർ ജാതിയുമായി സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവർ രാഷ്ട്രീയ അധികാരം കൈക്കലാക്കുന്നു. ഇപ്പോഴേ ഭൂരിപക്ഷ സമുദായത്തിന് സാധിക്കുന്നില്ല. ഭൂരിപക്ഷ സമുദായം അപ്പോൾ ഹിന്ദു സമുദായ സംഘടനകൾ ആ രീതിയിൽ സംഘടിക്കേണ്ടത് ആവശ്യമുണ്ട് അങ്ങ് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. പണ്ടേ പറഞ്ഞിട്ടുള്ളത് നായാടി തൊട്ട് നമ്പൂതിരിയുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ്മ കേരളത്തിൽ അനിവാര്യമാണ്. അത് ആരുടെ അവകാശം പിടിച്ചു പറ്റാനില്ല. അർഹമായ അതായത് നമുക്ക് ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തം, സാമ്പത്തിക നീതി, വിദ്യാഭ്യാസ നീതി, ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ജനസംഖ്യ ആനുപാതികമായി കിട്ടണം. അതിനുള്ള കൂട്ടായ്മയില്ല. വോട്ടായ്മ ഇപ്പം നിങ്ങൾ നോക്ക്, ഈ കേരള കോൺഗ്രസിന് ജനകീയ അടിത്തറ ആരെയാണ്? ക്രിസ്ത്യൻസാണ്. മുസ്ലിം ലീഗിൻ്റെ ജനകീയ അടിത്തറ ഏതാണ്? മുസ്ലിങ്ങളാണ്. അവരുടെ ആളുകളെ തന്നെ നോക്കുക. മുസ്ലിം ലീഗ് മന്ത്രിയാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കേരള കോൺഗ്രസ് മന്ത്രിയാക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനിയെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ആകെ അവരകത്ത് ചെന്നാൽ എന്താ ചെയ്യുന്നത്? അവർക്ക് വേണ്ടി പേഴ്സണൽ സ്റ്റാഫിലാണ് അവർ തന്നെയാണ്. അപ്പോൾ ഈ 2 സമുദായങ്ങളും ഇന്ന് കേരളത്തിലെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ കണ്ടില്ലേ, അവർ രണ്ടും കൂടെ ഒന്നായി നിന്ന് ഇവിടെ തൂത്തുവാരില്ലേ, ബാക്കിയുള്ളവർക്ക് വല്ല പ്രസക്തി കിട്ടിയാവും. അപ്പോൾ ഈ രാജ്യത്ത് നിന്ന് ജനാധിപത്യം പോയി, ഇപ്പം മതാധിപത്യമാണ്. ശരി. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടും? ഒരു പ്രമുഖ സാമുദായിക സംഘടന എന്നുള്ള അതെ, ഇത് കണ്ടാലും കൊണ്ടാലും ഹിന്ദു സമുദായത്തിന് മനസ്സിലായില്ല. അങ്ങിതൊക്കെ തുറന്നു പറയുമ്പോൾ അങ്ങ് വർഗീയവാദിയാണെന്ന് പറയുന്ന ഭൂരിഭാഗം ആളുകളിൽ ഹിന്ദുക്കളും ഉണ്ട്. എന്നെ വേട്ടയാടുന്നതിലും മറ്റുള്ളവരൊക്കെ കൂടുതൽ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ അത് സ്വന്തം സമുദായം പോലും അത് മനസ്സിലാക്കുന്നില്ല. വിവരമില്ല. ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കർമ്മം ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഭൂമി ഇരുന്നാണെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് ജയിലിടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല പണ്ട്. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നിയില്ലേ? ഇവിടുത്തെ സ്ഥിതി എന്തായി പോകണം? കേരളത്തിൽ ഹിന്ദുക്കളുടെ സാമ്പത്തിക നില എവിടെ കിടക്കുന്നു? മറ്റുള്ളവരുടെ സാമ്പത്തിക നില എവിടെ കിടക്കുന്നു? ഭൂരിപക്ഷ സമുദായത്തിൻ്റെ. നിങ്ങളൊക്കെ ഒരു സാമ്പത്തിക സർവേ എടുക്കുക, അപ്പോൾ ഇത് മനസ്സിലാക്കാം. ഇതൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾക്ക് മനസ്സിലായാലും ഞാൻ ചെയ്യും. അവരെല്ലാം ഇങ്ങനെ രാഷ്ട്രീയ തിമിരം പ്രാപിച്ച് നിൽക്കുന്നു. തിമിരത്തിൽ സാമുദായിക ശക്തി സമാഹരണം ഉണ്ടാകണം. വോട്ട് ബാങ്കാണ്. രാഷ്ട്രീയ അധികാരത്തിൽ പ്രവേശിച്ച് സമുദായങ്ങളുടെ ഇല്ലായ്മക്കാരുടെ കാര്യം പറയുവാൻ അധികാര സ്ഥാനങ്ങളിൽ പ്രതിനിധികൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സുരേഷ് ഗോപി മന്ത്രിയാണെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു? സീറോ മലബാറിൻ്റെ ബിഷപ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 16 പേരുണ്ട്, 5 മന്ത്രിമാരുണ്ട് എന്നൊരു അഭിമാനത്തോടുകൂടി പറഞ്ഞില്ലേ? ആ അഭിമാനത്തോടുകൂടി പറയാൻ ഇവിടെ ഏത് ഈഴവനും സാധിക്കും. ഈ ഈഴവ സമുദായം കുറേ നാളുകളായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ അവർ വളരെ കൊല്ലങ്ങളാണ് പറയാറില്ല, ജനിച്ചാൽ ഈഴവനെല്ലാം കമ്മ്യൂണിസ്റ്റ്, നായർ പിഴച്ചാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പലപ്പോഴും പല പഴഞ്ചൊല്ലുണ്ട്. പണ്ട് ഈഴവൻ ജനിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റായിട്ടാണ് ജനിക്കുന്നത്. ജനിച്ചിട്ട് അവന് കാരണം വിദ്യാഭ്യാസം ഉണ്ടാവും. വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി സമുദായത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു തരണ്ടേ? കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കോഴ്സ് തരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എത്ര കോഴ്സ് ഇരിക്കുന്നത്, കോളേജ് എത്ര ഇരിക്കുന്നത്, അതുപോലെ തരുന്നത്. പിന്നെ ഉദാഹരണത്തിന് ഇവിടെ ജോസഫ് ഇരിക്കുമ്പോൾ ഇവിടെ +2 അനുവദിച്ച് കോഴ്സ് ഞങ്ങൾക്ക് എന്നാണ് കിട്ടിയില്ല. ഇല്ല. ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ട് 10,000-16,000 പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നത് അതെല്ലാം ഡിഗ്രി ചെയ്ത് കാണുന്നില്ലേ? +2 ആക്കി. +2 10 കിട്ടി. ഞങ്ങൾക്ക് 1,600 സീറ്റ് ആണ്. ബാക്കിയുള്ള ഇവിടെ പോയി. കാരണം ഇതൊന്നും ആരോട് പറഞ്ഞു? ഞങ്ങളെല്ലാം പറയണത് വനവിരോധമായി മാറുകയാണ്. നമുക്ക് വേണ്ടി അകത്ത് നിന്ന് പറയാൻ ആരുമില്ല. അകത്ത് പറഞ്ഞ് അയക്കാൻ ആരുമില്ല. അഥവാ ഒരു ഈഴവനകത്ത് ചെന്നാൽ അവന് ഭയമാണ് ഈഴവനെന്ന് പറയാൻ. അങ്ങനെയുണ്ടോ? ഉണ്ട്. കാരണം
ബാക്കിയെല്ലാം കൂടെ അവനെ കൊത്തും. അതുകൊണ്ട് അവനും ഒരു പരുവത്തിൽ നിൽക്കും. ഇപ്പോൾ ധൈര്യമായിട്ട് സീറോ മലബാറിൻ്റെ ബിഷപ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 16 പേരുണ്ട്, 5 മന്ത്രിമാരുണ്ട് എന്നൊരു അഭിമാനത്തോടുകൂടി പറഞ്ഞില്ലേ. ആ അഭിമാനത്തോടുകൂടി പറയാൻ ഇവിടെ ഏത് ഈഴവനും സാധിക്കും. MLA ഉണ്ട്, മന്ത്രിയുണ്ട്, പറയാൻ ആർക്കും ധൈര്യമുണ്ടാകും. ലീഗ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവർ ഇടതിലും വലതിലുമായിട്ട് ഇപ്പോൾ 44 MLA-മാരുണ്ട്. അവർ ഇടതായാലും വലതിലായാലും മനസ്സുകൊണ്ട് ഒന്നാണ്. അപ്പം ഈ ഹിന്ദു സാമുദായിക സംഘടനകൾ എല്ലാവരും കൂടെ ഏതൊക്കെ തലത്തിൽ ഒന്നിച്ചിനി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്? ഈ ഒരു ഈഗോ മാറ്റണം. ഈഗോ മാറ്റണം. വലിയൊരു കുഴപ്പമെന്ന് ഈഗോയാണ്. ഈഗോ പരസ്പര ഹിന്ദുക്കളിൽ നായരെ ഈഴവൻ അംഗീകരിക്കില്ല, ഈഴവന് പുലയൻ അംഗീകരിക്കില്ല, പുലയൻ ഉള്ളാടൻ അംഗീകരിക്കില്ല, ബ്രാഹ്മണൻ മറ്റുള്ളവരെ അംഗീകരിക്കില്ല. ഇങ്ങനെ ഓരോരുത്തർ അയിത്തം. അതായത് ജാതി വ്യവസ്ഥ ഇപ്പോഴും ഉണ്ട്. സംശയമുണ്ടാകും. ജാതി വ്യവസ്ഥ നിയമപ്രകാരം ഇപ്പോൾ സംവരണം ഉണ്ടല്ലോ ജാതിക്കല്ലേ. അപ്പം ജാതി വ്യവസ്ഥ എല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഹിന്ദുക്കൾ ആ ഹിന്ദു എന്നുള്ള ബോധത്തോടു കൂടി യോജിക്കണ്ടേ, അവർക്ക് കിട്ടാനുള്ളത് മേടിക്കണ്ടേ. അത് മേടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാനിവിടെ ഈ ഗവൺമെൻറ് ഇറങ്ങാൻ നേരത്ത് പോലും നേരെ 7 കോളേജ് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കാന്തപുരത്തിന് കൊടുത്തില്ലേ. അതുപോലെ തന്നെ ഈ പറയുന്ന കോശി കമ്മീഷൻ്റെ കണ്ടെത്തൽ നടപ്പാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് ഇറങ്ങാൻ നേരത്തെ എന്തായത്, പള്ളിയിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും പെൻഷൻ കൊടുക്കാനും വേറെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒപ്പിട്ടിട്ടാണ്. ഇതെല്ലാം അവർക്ക് മേടിക്കാൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ തീരുമാനം എടുപ്പിക്കാനുള്ള സാഹചര്യപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ ഒരു കമ്മീഷൻ വയ്ക്കാനോ അത് നേടാനോ ഇങ്ങനെ ഒപ്പിട്ട് മേടിക്കാനോ ആർക്കെങ്കിലും സാധിച്ചോ? ഈ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഒന്നിച്ചത് ആവശ്യപ്പെടണം. അതിനോട് ഒന്നിക്കുകയല്ല, ഒന്നിനെ പിടിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോലെ സുഭാഷ് തന്നെ കണ്ടില്ലേ, ഒന്നിച്ച് ഞാൻ നീങ്ങിയാണ്. ഇടയ്ക്ക് വെച്ച് തുഷാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞില്ലേ. അങ്ങ് സംസാരിച്ചിരുന്നു സുകുമാരൻ നായരോട്? ഞാൻ സംസാരിച്ചാണ്, വരാൻ പറഞ്ഞതാണ്. ഇപ്പം അതിനെയൊക്കെ പറ്റി ഞാനൊന്നും പറയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴി മുഖ്യമന്ത്രിയെ ഇനി കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിയായിട്ട് പിണങ്ങി. അതെന്തൊക്കെ വിളിച്ചിട്ട് കാണാൻ സമയം കൊടുത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കാണാൻ ഏതാണ് നേരം എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നതിനകത്ത് തന്നെ ഏതാണ് നേരാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സുകുമാരൻ നായരുമായിട്ട് എനിക്കൊരു തർക്കത്തിനില്ല. ഇല്ല, ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടു. അദ്ദേഹത്തിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി. കാരണം ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തി. ഒരു കാരണത്തിലും നമുക്ക് അവരെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എതിർപ്പില്ല, അദ്ദേഹത്തിൻ്റെ വഴി. അല്ല, അപ്പോൾ ഈ സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ ഇപ്പം അങ്ങ് പറയുന്നത് പോലുള്ള ഒരു സാമുദായിക ശക്തി സമാഹരണം ഉണ്ടാകണം. വോട്ട് ബാങ്ക് ആകണം. പാർട്ടി ഉണ്ടാക്കിയാലും ഒട്ടാക്കിയാലും ഇതിലും വോട്ട് ബാങ്കുകളിൽ നിന്ന് രാഷ്ട്രീയ അധികാരത്തിൽ പ്രവേശിച്ച് സമുദായങ്ങളെ ഇല്ലായ്മക്കാരുടെ കാര്യം പറയുവാൻ അധികാര സ്ഥാനങ്ങളിൽ പ്രതിനിധികൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ജനാധിപത്യത്തിൽ അതല്ലാതെ വേറെ മാർഗമില്ല. അതാര് ചെയ്യുന്നുണ്ട്? അത് അങ്ങ് ചെയ്യണം. അല്ലാതെ പിന്നെ അത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ലേ? ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വിജയിച്ചു? ഞാനിങ്ങനെ രാമ ഗോവിന്ദ മാധവ കേശവ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാലും ഇത്രയും മുതിർന്ന ഒരു നേതാവല്ലേ, അപ്പം അങ്ങേക്ക് അതിനൊരു പരിഹാരം എന്താണെന്ന് തോന്നുന്നു? പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ബോധവൽക്കരണം. ഞാനിങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും മരണം വരെ ഈ ഐക്യത്തിന് വേണ്ടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ BJP കേരളത്തിൽ വന്നു. ഈ പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്താൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അവർ ക്രിസ്ത്യൻ പീഡനം നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. അവർ ക്രിസ്ത്യൻ പീഡനം നടത്തും. അവരൊക്കെ അങ്ങ് സവർണർക്ക് ഏറെ ആനുകൂല്യം കൊടുത്തു. ഇപ്പം 3 മന്ത്രിമാരെ അവർ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നില്ലേ? 3 മന്ത്രിമാർ. 3 മന്ത്രിമാരാ. ഒന്ന് പിന്നെ BJPക്ക് 3 MLA-മാർ, 3 MPയും മന്ത്രിമാരെ കൊണ്ടുവന്നു. ഒന്ന് അതെ ജോർജ് കുര്യൻ മന്ത്രിയായി, അതിന് മുമ്പ് അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായി, അതിന് മുമ്പ് ഒരാളുടെ ഉണ്ടായിരുന്നു. 3 ക്രിസ്ത്യാനികൾക്ക് മന്ത്രിയാക്കി. എന്ത് കിട്ടി ഞങ്ങൾക്ക്? അവരവരുള്ള സുരേഷ് ഗോപി മന്ത്രിയാണ്. സുരേഷ് ഗോപി മന്ത്രിയാന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു?
തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് BJP കിട്ടിയ MP അല്ലേ സ്വന്തമായിട്ട്? പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഒത്തോ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പലതും ചെയ്തു എന്നൊക്കെയാണ്. പക്ഷെ പാനായിട്ട് കേരളം അദ്ദേഹം എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കിയോ? അതെ, കേരളത്തിൽ എന്ത് ചെയ്യാനൊത്ത് പുള്ളിക്ക് ഒരു ചലനം ഉണ്ടാക്കാനൊത്തില്ല. ഓള് നേരെ പറഞ്ഞ പുള്ളി സ്റ്റൈലുണ്ടല്ല. അദ്ദേഹം വേറൊരു വഴി, പാർട്ടി വേറൊരു വഴി. അതെ, പാർട്ടി പുള്ളിയുടെ പുറകെയിലുണ്ടെന്നാണ്. ഒരുപാട് ആക്ഷേപമുണ്ട് പാർട്ടിയുടെ അകത്ത്. പുള്ളി ഒരു പാർട്ടിയിൽ നിന്ന് വളർന്നു വന്നതല്ലല്ലോ, ഒരു ആരാധകനായിട്ടൊരു ശ്രീമാതാര പരിവേഷത്തിൽ വന്നതാണ്. അപ്പം അതിൻ്റെ കുറവുകളുണ്ട്. പിന്നെ ഇപ്പോൾ BJP 3 സീറ്റ് ജയിച്ചു, ശരി. പക്ഷേ ആ ജയിച്ചതനുസരിച്ച് കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ അവർക്ക് എന്ത് ശക്തി കാണിക്കാൻ ഒത്തുമോ? 6 മണ്ഡലങ്ങളിൽ രണ്ടാമത് എത്തി. പക്ഷെ അതിനപ്പുറത്തേക്ക് സത്യം സാധിച്ചില്ല. പക്ഷെ വേറൊരു രീതിയിൽ നോക്കിയാൽ ഇത്രയും വലിയൊരു വിജയം UDF നേടിയ സമയത്ത് 3 സീറ്റിലെങ്കിലും BJPക്ക് ജയിക്കാൻ പറ്റിയത് വലിയ കാര്യം. ഒന്നുമില്ലാത്തതിനേക്കാൾ 3 നേടിയത് മഹാഭാഗ്യം. നേമം മണ്ഡലത്തിലെ വിജയം കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. കഴക്കൂട്ടം മണ്ഡലത്തിലെ വിജയം കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. ചാത്തന്നൂർ മണ്ഡലത്തിൽ നിങ്ങൾ ആരും കണക്ക് കൂട്ടിയിരുന്നതേ അല്ല. അയാൾ ജയിച്ചു. 3 ഈഴവരാന്ന് മത്സരിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സംസാരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദിസ് ഈസ് PS വിനയ സൈനിങ് ഓഫ് DD Walk the Talk. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അതൊരു പെൺമുട്ടയിടുന്ന താളാണ്. ആ പോട്ട് വരുന്നതോടുകൂടി നിങ്ങൾ തിരുവനന്തപുരം ജില്ല മുഴുവൻ എവിടെ എത്തുമെന്നറിയാമോ? VD സതീശൻ പണ്ട് MLA ആയിരിക്കാം, വെറും സതീശനായിരിക്കാം. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയായാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എന്തായിരിക്കും ഇടതുപക്ഷം ഇത്ര വലിയ തോൽവിക്ക് കാരണം? വള്ളം പൊങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ചില്ലേ വെള്ളത്തിൽ വേനക്കും. ഇടതുപക്ഷത്തിന് തോൽവി വന്നപ്പോൾ ആരെങ്കിലും പേര് പറയണ്ടേ? ഒരാളിന് പോലും ഓഫീസിൽ കയറാനും പിണറായിയായിട്ട് സംസാരിക്കാനും പോലും അവസരം കൊടുക്കില്ല. പിണറായി ഒരു കിളിക്കുട്ടിയിട്ടുണ്ട്. ഇവരാണ് കാരണം. ഒരു ഭാര്യ ഒരു പെണ്ണിനെ കണ്ടത് ആ പെണ്ണിനെ കെട്ടി. പല പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതാണ് നമ്മുടെ പല നേതാക്കന്മാരൊക്കെ. ഞാൻ ഒരു പെണ്ണിനെ കണ്ടത് അത് വീട്ടുകാർ കണ്ടിട്ട് കെട്ടാൻ പറഞ്ഞ് കെട്ടി. വേറൊരു പെണ്ണിനെ കാണാൻ പോലും പോയിട്ടില്ല.